മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ വാർത്ത ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അനുവാണ് ബിഗ് ബോസ് വീട്ടിലെ സ്റ്റാർ, അതായത് പുറത്തും അനു തന്നെയാണ് സ്റ്റാർ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഓണം വിഭവം ഉണ്ടാക്കാൻ ബിഗ് ബോസ് വീട്ടിൽ ഒരാൾക്കൊരു അവസരം കൊടുക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണിത് കൊടുക്കുന്നത്. പ്രേക്ഷകരാണ് അയാളെ തിരഞ്ഞെടുക്കുന്നത്. അനുവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അക്ബറും ശരത്തും നമ്മുടെ ബിന്നിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അളിയ നമ്മൾ മനസ്സിലാക്കാതെ പോയല്ലോ. നെവിൻ പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ അത്രയും ശത്രുതയായിരുന്ന അനുമോളുമായിട്ട് കട്ട ചങ്കായി. അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചതുപോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവൻ ആ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ജിസേലിൻ്റെ അടുത്തേക്കാണ് ആ ഒരു ലെറ്റർ ബിഗ് ബോസ് കൊടുത്ത് ആ ലെറ്റർ കൊണ്ട് വായിച്ചിട്ട് ഓടി വന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് നെവിൻ പറയുന്നുണ്ട്, ഇങ്ങനെ കാണിക്കും ജിസേൽ, അങ്ങനെ കാണിക്കും ജിസേൽ, ഇങ്ങനെ ചാടി ജിസേലിന്. അപ്പോൾ ജിസേൽ എല്ലാവരും വിചാരിച്ച് ജിസേലിന് എന്തോ കാപ്പിപ്പൊടി കൊടുത്തതാണെന്ന് കരുതിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് ടാസ്ക് ലെറ്റർ എന്താണെന്ന് വായിക്കുന്നത്. അപ്പോഴാണ് അനുമോൾക്കൊരു വിഭവം ഉണ്ടാക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. നാളെ തിരുവോണത്തിന് ബിഗ് ബോസ് കൊടുത്തൊരവസരം പായസമാണ് അനുമോൾ സെലക്ട് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, അളിയ ഇങ്ങനെയൊക്കെയായിരുന്നു ഗെയിം കളിക്കേണ്ടത്. എല്ലാവരോടും എനിക്കുള്ള വിശ്വാസം ഇവിടെ നഷ്ടപ്പെട്ടു. ഇവിടെ സത്യസന്ധതയോടെ കളിച്ചിട്ട് യാതൊരുവിധ കാര്യം ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പൊട്ടനാണ് അളിയ, എന്നെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, മസ്താനി വന്ന അന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. അനുവിൻ്റെ അടുത്തായിരുന്നു പോയി കുറേ നേരം വർത്താനം പറഞ്ഞത്. എന്നോടൊന്നും ഇതുവരെ സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. പിന്നെയാണ് എന്നോടൊക്കെ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. ഞാനും ആരെയും അങ്ങനെ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. അക്ബറും അങ്ങനെ പറയുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്ന ആളൊന്നും അല്ല. എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ് അളിയ. ആകൊരു എന്തോ ഒരു അവസ്ഥയാണിപ്പോൾ. എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇനിയും കളിക്കും. ഞാൻ എൻ്റെ രീതിക്ക് തന്നെ ഇനിയും ഞാൻ ഗെയിം കളിച്ച് മുന്നോട്ട് തന്നെ ഞാൻ പോവും. എനിക്കിവിടെ നിൽക്കണം എന്നാണ് ശരത് ഇപ്പോഴും പറയുന്നത്.